ഹലോ, എന്താണ് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് അല്ലേ? ഞാനിപ്പോ ചാനൽ ചെയ്യുന്നത് ഒരു വിധത്തിലും രാത്രി ഉറങ്ങാൻ സാധിക്കാത്ത വ്യക്തികളുടെ എനർജി ആയിപ്പോയി. അതുകൊണ്ടാണ് എനിക്കൊരു വിഷമം. എന്താണ് ഉറക്കമില്ലാത്തത്? എന്തുകൊണ്ടാ ഉറങ്ങാത്തത്? ലൈഫില് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. ഒരുപാട് ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ കരിയറിൽ ഉണ്ടാവാം, ഫിനാൻസിൽ ഉണ്ടാവാം, റിലേഷൻഷിപ്പിൽ ഉണ്ടാവാം എന്ന് പറഞ്ഞിട്ട് ഉറങ്ങാതിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കാര്യങ്ങള് നമ്മൾ തന്നെ ചെയ്യണം. വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണെന്ന് ഞാൻ യൂണിവേഴ്സിനോട് ചോദിക്കട്ടെ. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവാൻ പോകുന്നുണ്ട്. നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവാൻ പോകുന്നുണ്ട്. അതാണ് എനിക്ക് കാണുന്നത് കേട്ടോ. അതുകൊണ്ട് ആരും വിഷമിക്കണ്ട. നിങ്ങൾക്ക് നല്ലൊരു സമയം വരുന്നുണ്ട് കേട്ടോ. നല്ല സമയം വരുന്നുണ്ട്. ഉറക്കമൊന്നും കളഞ്ഞ ആരും ഇരിക്കണ്ട. നല്ല ചിന്തകൾ ഉണ്ടല്ലേ? തോട്ട്സ് ആണ്. ഓരോരോ ചിന്തകൾ ചിന്തിച്ചിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ചിന്തിച്ചിരിക്കുന്നു. അത് തന്നെ വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് തിങ്ക് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്. എന്താ തിങ്ക് ചെയ്യുന്നേ? ഒരു ബാലൻസ്, ലൈഫിൽ ഒരു ബാലൻസ് വേണം അല്ലെ? ഇങ്ങനെ പോയാ പോരാ. അക്കരെ കണ്ടം ഇക്കരെ കണ്ടം അല്ലെ? അങ്ങട് അങ്ങനെ പല എനർജിയിൽ ഇരുന്നാ പോരാ അല്ലെ? നമുക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവണം. നമുക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കണം അല്ലെ? തോന്നുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്കൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കണം അല്ലെ? പല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമുക്കൊരു കാര്യം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അത് സക്സസിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റണം അല്ലെ? അതെ, ഇവിടെ മാനസിക ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. ഡിപ്രഷൻ, ആൻസൈറ്റി പോലുള്ള സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ള സ്ട്രഗിൾസ് ഫേസ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് ഉണ്ടോ? അതിന്റെ ആവശ്യമില്ല. എന്തിനാണ് അങ്ങനെ ചെയ്തിട്ട് എന്തേലും കിട്ടോ? നിങ്ങൾ ടെൻഷൻ അടിച്ചാൽ നിങ്ങളുടെ കാര്യം നടക്കുവോ? ഉറങ്ങാതിരുന്ന കാര്യം നടക്കുവോ? നിങ്ങളോട് ആരെങ്കിലും മിണ്ടുന്നില്ല, ഉറങ്ങാതിരുന്ന അയാൾ വന്ന് മിണ്ടുവോ? നിങ്ങൾക്കൊരു കരിയർ വൃത്തിയായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ഉറങ്ങാതിരുന്ന ചൂസ് ചെയ്യാൻ പറ്റുമോ? ഉറങ്ങാതിരുന്നാല് കിട്ടാനുള്ള പൈസ തിരിച്ചു കിട്ടോ? പോയ കാശ് തിരിച്ചു വരുമോ? സോ ഉറങ്ങാതിരുന്നിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ ഒന്നും യാതൊരു യൂസും ഇല്ല. അത് അട്ടർ വേസ്റ്റ് ആണ്. നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അതിൽ പ്രോപ്പർ ആയിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യണം. നിങ്ങളുടെ ഫോക്കസ് ഓട്ടോമാറ്റിക്കലി ഉറക്കം ഇല്ലാണ്ടായി, അല്ലെങ്കിൽ ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള മാനസിക ബുദ്ധിമുട്ട് വരുമ്പോ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫോക്കസ് കുറയും. നിങ്ങൾക്ക് കരിയറിൽ പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ പറ്റുക? കരിയർ വെള്ളത്തിലായി, ബാക്കിയുള്ളത് വെള്ളത്തിലായി അല്ലേ? അങ്ങനെ വെള്ളത്തിലായി കഴിഞ്ഞാൽ എന്താ പറ്റുക? മുന്നോട്ട് പോവാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ നിങ്ങൾ തന്നെ ആലോചിക്കേണ്ടത് ഏത് രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള എഫേർട്ട് നിങ്ങൾ എടുക്കണം. നിങ്ങൾ എടുക്കുമ്പോ അതിന്റെ മെന്റൽ എഫേർട്ട് മാത്രമല്ല, നിങ്ങളുടെ ബോഡിയും കൂടെ കെയർ ചെയ്യുക. ഫിസിക്കൽ എഫേർട്ട് ഇടുക, അല്ലാതെ മെന്റലി ഒരുപാട് അങ്ങ് സ്ട്രെയിൻ ചെയ്തിട്ട് ഉള്ള ബുദ്ധി കൂടെ കളയാൻ നിൽക്കല്ല കേട്ടോ. എന്താണ് നിങ്ങൾക്കുള്ള നെക്സ്റ്റ് മെസ്സേജ് എന്ന് നോക്കട്ടെ. സെയിം. നിങ്ങൾക്ക് പല തോട്ട്സ് ആണ്. ഭയങ്കര ഇമോഷണൽ ആയിട്ട് ചില ആൾക്കാർക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. സൂഖിലാല പോലെ ഇരുന്ന് കരയുക. കരഞ്ഞോണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ സിറ്റുവേഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ, ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. എന്താണ് ഇത്രയും ഇമോഷണൽ ഇംബാലൻസ് ഉണ്ടാവാനുള്ള റീസൺ നോക്കട്ടെ. ഉറക്കമില്ലാത്തത് തന്നെയാണ്. സെയിം റിപ്പീറ്റ് അടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉറക്കമില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേടികളുണ്ട് നിങ്ങൾക്ക് ആരോടെങ്കിലും പറയണം കേട്ടോ. ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് തോന്നുന്ന ഒരു വ്യക്തിയെ വിളിച്ച് പറയുക, ഇല്ലെങ്കിൽ കൗൺസിലിങ്ങിന് പോവാ. അല്ലാണ്ട് വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഈ ഒരു മെസ്സേജ് നിങ്ങൾക്കുള്ള ഒരു യൂണിവേഴ്സിന്റെ കോൾ ആയിട്ട് വേണം നിങ്ങൾ എടുക്കാൻ. ഇറ്റ്സ് ആൻ അർജന്റ് മെസ്സേജ്. വെച്ചോണ്ടിരിക്കുന്ന വ്യക്തികള്, ഉറക്കമില്ല, ഒരു സീരീസ് കണ്ടിരുന്നിട്ട് കാര്യമില്ല. ഉറങ്ങാനുള്ളിടത്ത് ഉറങ്ങണം. ഉറക്കം വരാത്തത് സീരീസ് കണ്ടോണ്ടിരിക്കുക ആയതുകൊണ്ടാന്ന് വിചാരിക്കല്ലേ, അല്ലെങ്കിൽ ഫ്രണ്ട് വിളിച്ചുകൊണ്ടാന്ന് വിചാരിക്കല്ലേ. ഉറങ്ങാതിരിക്കുന്നത് തന്നെയാണ്. നിങ്ങള് ഉറങ്ങാതിരിക്കുന്നതാണ്. അങ്ങനെ ഉറങ്ങാതിരുന്നിട്ട് എന്താ കാര്യം? വെച്ചോണ്ടിരുന്ന വഷളാവും കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇപ്പൊ കാണുന്നത് ഇങ്ങനെയാണ്. എന്തോ ആരെയോ വിവാഹം കഴിക്കണം എന്നുണ്ട്,
ഇല്ലെങ്കിൽ ആരുമായിട്ട് എൻഗേജ്മെന്റ് ചെയ്യണമെന്നുണ്ട്, ഇല്ലെങ്കിൽ ഏതോ അങ്ങനെയുള്ള ആഗ്രഹിക്കുന്ന വ്യക്തികളൊക്കെ മനസ്സിലുള്ള ചില ആൾക്കാർ ഇവിടെ ഉണ്ട്. എനർജി പിക്ക് ചെയ്യുമ്പോൾ ഒരാളുടെ എനർജി പിക്ക് ആവില്ല, പല ആൾക്കാരുടെ എനർജിയാണ് പിക്ക് ചെയ്യുക. പുറത്തേക്ക് ജോലിക്ക് പോകണമെന്ന് ഉള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും സെലിബ്രേഷൻസ് ഒക്കെ ഫാമിലിയിൽ നടത്തണം എന്നുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാതിരിക്കുമ്പോൾ വരുന്ന ടെൻഷൻ അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. പല ടൈപ്പ് ഓഫ് വ്യക്തികളുണ്ട്. ആരെങ്കിലും നിങ്ങളോടൊരു സോറി പറഞ്ഞു വരണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടായിട്ട് കൊണ്ടുവരണം. വഴക്കിട്ട് പോയ ആള് തിരിച്ചു വരണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ട്. സോൾമേറ്റ് കണക്ഷൻ അങ്ങനെയുള്ള ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ട്. ഈഗോ അടിച്ചിരിക്കുന്ന വ്യക്തികളുണ്ട്. ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ട് സ്നേഹത്തോടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. എവിടേക്കോ ആരേക്കോ പോയി കാണണം എന്ന് വിചാരിച്ചിട്ട് ട്രാവൽ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും ട്രാവൽ ചെയ്ത് നിങ്ങളെ കാണാൻ വരണം എന്ന് ഓർത്തിട്ട് വെയിറ്റ് ചെയ്ത് നാളുകളായിട്ടിരിക്കുന്ന ആൾക്കാരുമൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. അപ്പൊ ഇതെല്ലാം കാരണം ഉറങ്ങാതിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഉറങ്ങാതിരിക്കുന്നത് വേസ്റ്റ് ആണ്, ഫൂളിഷ്നെസ് ആണ്. ഉറങ്ങാതെ ഇരിക്കണ്ട. നിങ്ങൾ എന്തെങ്കിലും പല പല മെഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് മാറ്റിയെടുക്കാനായിട്ട് നോക്കുക കേട്ടോ. ഈ ഒരു മെസ്സേജ് നിങ്ങൾക്കുള്ളൊരു സൂചനയാണ്, യൂണിവേഴ്സിന്റെ ഒരു കോളാണെന്ന് കരുതിയാൽ മതി. എല്ലാവർക്കും മെസ്സേജ് കിട്ടിയാൽ പോലും, ഈ ഒരു വീഡിയോയുടെ ലിങ്ക് കിട്ടിയാൽ പോലും അത് എടുത്ത് തുറന്ന് നോക്കണമെന്ന് വിചാരിക്കുന്നത് ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജാന്ന് മനസ്സുകൊണ്ട് മനസ്സിലാക്കുക, എന്നിട്ട് കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഫൈനൽ മെസ്സേജ് കൂടെ ഞാൻ നോക്കുകയാണ്. നിങ്ങൾക്ക് വിക്ടറി ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും, നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? എഫേർട്ട് ഇടണം. എഫേർട്ട് ഇട്ടില്ലെങ്കിൽ ഒന്നും ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. ഞാൻ തന്നെ പറയുന്ന കാര്യമല്ല കേട്ടോ. നിങ്ങൾക്ക് എന്തോ നടന്ന സംഭവമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വിഷമമാണ് കാണുന്നത്. പുതിയ കാര്യങ്ങളല്ല, നടന്ന കാര്യങ്ങളാണ്, പാസ്റ്റിലുള്ള കാര്യങ്ങളാണ് എനിക്ക് കാണുന്നത്. ഞാൻ ഈ കാർഡ്സ് കണ്ടിട്ടാണ് പറയുന്നത്. ഞാൻ ഇങ്ങനെ ഓപ്പൺ ആക്കി നോക്കുന്നുണ്ട്, കണ്ടോ? ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്, നോക്കിയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. ചുമ്മാതെ ഈ കാർഡ് ഇങ്ങനെ പിടിച്ചിട്ട് പറയല്ല കേട്ടോ. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, സീരിയസ്നെസ്സോട് കൂടി എടുക്കുക. മാനസികമായിട്ടുള്ള മെന്റൽ ഇഷ്യൂസ് വെച്ചോണ്ടിരിക്കേണ്ട കാര്യങ്ങളല്ല. കൗൺസിൽ ചെയ്യണേ കൗൺസിൽ ചെയ്യുക, ഫ്രണ്ട്സിനോടോ ആരോടെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പൊ എന്തെങ്കിലും പേഴ്സണൽ റീഡിങ്സോ മറ്റോ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് വീഡിയോ കണ്ടതിന്. വീണ്ടും ഇതുപോലെ തന്നെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. എല്ലാവരും വീണ്ടും കാണുന്നത് വരെ ബൈ.